ബിഗ് ബോസ് മലയാളം സീസൺ 7 ഒരു കണ്ടസ്റ്റൻ്റ് ആയിട്ടുള്ള ആര്യനെ പറ്റി ഇപ്പം ചില ആരോപണങ്ങളും ചില ചാറ്റും ചില വോയിസ് മെസ്സേജുകളും ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ സ്പ്രെഡായിക്കൊണ്ടിരിക്കുന്നുണ്ട്. മറ്റൊന്നുമല്ല, 2024 സെപ്റ്റംബർ മാസം ആര്യൻ ഒരു പെൺകുട്ടിയെ കാലിക്കറ്റിലെ തൻ്റെ ഫ്ലാറ്റിലേക്ക് ക്ഷണിക്കുകയും ആ ഒരു പെൺകുട്ടിയായിട്ട് കമ്പനി അടിക്കാനൊക്കെ നോക്കുന്ന ചില ഈ പറയുന്ന ചാറ്റും ഈ പറയുന്ന വോയിസ് റെക്കോർഡുകളുമാണ് ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ നല്ല രീതിയിൽ ഇങ്ങനെ സ്പ്രെഡായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സംഭവം ഇത്രയേറെ ഒരു വിവാദമാവാനായിട്ടുള്ളൊരു റീസൺ എന്ന് പറയുന്നത്, ഈ പറയുന്ന ആര്യനും ജിസയിലും തമ്മിൽ ഈ പറയുന്ന ബിഗ് ബോസ് ഹൗസിൽ എന്താണ് ഈ പറയുന്ന പോലെ കിസ് ചെയ്തിട്ടുണ്ടെന്നും മറ്റുള്ള സംഭവങ്ങളൊക്കെ ഇവർ ഉറങ്ങുന്ന സമയത്ത് ബെഡിൽ വെച്ചുണ്ടായിട്ടുണ്ടെന്നൊക്കെ അനുമോളൊരു ആരോപണം ആര്യനെതിരായിട്ട് ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. അത് സത്യമാണെന്ന് എന്നുള്ള രീതിയിലാണ് ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഈ വോയിസ് മെസ്സേജുകളൊക്കെ ഇങ്ങനെ സ്പ്രെഡ് ആവുന്നത്. ആര്യൻ ഇങ്ങനെയുള്ളൊരു വ്യക്തിയാണ്, അങ്ങനെ ഒരു സംഭവം ബിഗ് ബോസ് ഹൗസിൽ ഉണ്ടായിട്ടുണ്ട്, അനുമോള് പറഞ്ഞത് സത്യമാണ്, അതിനുള്ള എവിഡൻസ് ആണ് ഇതൊക്കെ, ആര്യൻ്റെ സ്വഭാവം ഇതാണെന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞുകൊണ്ട് ആണ് ഈ പറയുന്ന വോയിസ് മെസ്സേജുകളും ചാറ്റും കാര്യങ്ങളൊക്കെ ഇങ്ങനെ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ആ ഒരു വോയിസ് മെസ്സേജും ചാറ്റും ഞാനിവിടെ ഒന്ന് പ്ലേ ചെയ്യാം. അതാദ്യം ഫസ്റ്റ് ഒന്ന് കണ്ടതിന് ശേഷം നമുക്കിതിനെപ്പറ്റി സംസാരിക്കാം. പ്രൈവസി അല്ലേ കുറച്ചും കൂടി. വാനിഷ് മോഡ്. ഐ മീൻ ടു ദ മീഡിയ ഫീൽഡ്, ആക്ടറാണ്. അപ്പോൾ അങ്ങനെ എനിക്കങ്ങനെ ഐ എം ജസ്റ്റ് സ്കെയർഡ് ടു ടെക്സ്റ്റ് ലൈക്ക് ദാറ്റ് യുവർ ഹോട്ട് എന്നൊക്കെ പറഞ്ഞാൽ പണി കിട്ടുമല്ലോ ഫ്യൂച്ചറിൽ. നോർമലി ആ ടെക്സ്റ്റ് പ്രശ്നമുണ്ടോ വാനിഷ് മോഡിൽ? I mean, after 8 o'clock, you can't go back to your hostel. That's the rule. You can stay at my place if you want to have like a 3 BHK apartment. If you have friends, you can bring them along as well. I just want to meet some new company. If you're free to come after 8 also, it'll be fine. Like, you can go in the morning. You can call your friends also. And like, I'm okay with anything. I mean, after 8 o'clock, you can't go back to your hostel. That's the rule. You can stay at my place if you want to have like a 3 BHK apartment. If you have friends, you can bring them along as well. I just want to meet some new company. If you're free to come after 8 also, it'll be fine. Like, you can go in the morning. You can call your friends also. And like, I'm okay with anything. ഓക്കെ, നിങ്ങളെല്ലാവരും ആ ഒരു വോയിസ് മെസ്സേജും ചാറ്റും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. അത് ഡീറ്റെയിൽ ആയിട്ട് എടുത്ത് പറയുന്നില്ല. ആര്യൻ ആദ്യം ആ ഒരു പെൺകുട്ടിക്ക് മെസ്സേജ് അയക്കുന്നു, ഈ പറയുന്ന പോലെ നിങ്ങളെ കാണാനായിട്ട് ഭയങ്കര ക്യൂട്ടായിട്ടുണ്ടെന്ന് പറയുന്നു. അതുപോലെ തന്നെ എവിടെയാണ് താമസിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. ഫാമിലിക്കൊപ്പമാണോ ഫ്രണ്ട്സിനൊപ്പമാണോ താമസിക്കുകയെന്ന് ചോദിക്കുമ്പോൾ ആ ഒരു പെൺകുട്ടി ഹോസ്റ്റലിലാണ് നിൽക്കുന്നത്. നേരിട്ട് കാണാൻ പറ്റുമോ, എനിക്ക് കാലിക്കറ്റിൽ കൂട്ടുകാരൊന്നുമില്ല, അപ്പോൾ കുറച്ച് കൂട്ടുകാരെ കിട്ടുകയാണെങ്കിൽ കാലിക്കറ്റ് മൊത്തം ചുറ്റിക്കണ്ട് കമ്പനിയൊക്കെ അടിക്കാനാണെന്നുള്ള രീതിയിലാണ് ആര്യൻ ഈ ഒരു പെൺകുട്ടിയെ അപ്രോച്ച് ചെയ്യുന്നത്. അതിനുശേഷം ഈ ഒരു പെൺകുട്ടിക്ക് 6 മണി ടു 8 മണി വരെ ആയിരിക്കും ഹോസ്റ്റലിൽ നിൽക്കാൻ പറ്റുന്നത്. അതിനുശേഷം ഹോസ്റ്റലിൽ കയറ്റില്ല എന്ന് പറയുമ്പോൾ, അങ്ങനെ ഒരു പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഫ്ലാറ്റിൽ താമസിക്കാം, നിങ്ങൾക്ക് പോകാൻ പറ്റില്ലെങ്കിൽ പോകണ്ട, കൂടെ നിങ്ങളുടെ കമ്പനിക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ചോ, നമുക്ക് ഒന്നിച്ച് ചില്ല് ചെയ്യാം, എനിക്ക് അതിനകത്തൊരു യാതൊരു പ്രശ്നങ്ങളും ഇല്ല എന്നുള്ള രീതിയിൽ ഒരു കോഴി വർത്താനം നമുക്ക് അങ്ങനെ തന്നെ പറയാൻ പറ്റും. ആ ഒരു മെസ്സേജ് അഴപ്പ് കണ്ടു കഴിഞ്ഞാലും ആ ഒരു മെസ്സേജിൻ്റെ ഒരു ശൈലി കണ്ടു കഴിഞ്ഞാലും നമുക്ക് വ്യക്തമായിട്ട് പറയാൻ പറ്റും, ട്യൂൺ ചെയ്യാൻ നോക്കുന്നു എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ ആര്യൻ്റെ ഈ ഒരു ചാറ്റ് ഈ ഒരു വർഷമൊന്നും അല്ല കേട്ടോ, സെപ്റ്റംബറിൽ ഈ പറയുന്ന 2024 വർഷം സെപ്റ്റംബർ മാസത്തിലാണ്. അപ്പോൾ ഈ പറയുന്ന ചാറ്റ് ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ വരുന്ന പല കാര്യങ്ങളുമാണ് ആര്യൻ്റെ സ്വഭാവം ഇങ്ങനെയുള്ളൊരു സ്വഭാവം തന്നെയാണ്, അനുമോള് പറഞ്ഞ പല കാര്യങ്ങളും ബിഗ് ബോസ് ഹൗസിൽ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിലൊക്കെ പറയുന്ന ഒരുപാട് പേരുണ്ട്. നമുക്കൊരിക്കലും അതും ഇതുമായിട്ട് റിലേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയക്കുന്ന ഒരുപാട് ആൺപിള്ളേരുണ്ട്, ഒരുപാട് പെൺപിള്ളേരുണ്ട്. പ്രത്യേകിച്ച് ആര്യൻ അയച്ചിരിക്കുന്ന ഈ മെസ്സേജുകൾക്കൊക്കെ ആ ഒരു പെൺകുട്ടി കൃത്യമായിട്ട് പോസിറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്തിട്ട് ഇപ്പോൾ പുള്ളിക്കാരൻ ബിഗ് ബോസിലൊക്കെ കയറി അത്യാവശ്യം ഫെയിം ആയപ്പോൾ എന്തെങ്കിലും ഒരു ആരോപണം ഉന്നയിക്കേണ്ടേ എന്നുള്ള രീതിയിൽ ഈ ഒരു ചാറ്റും വോയിസ് റെക്കോർഡൊക്കെ പുറത്തു വിട്ടത് അത്ര ശരിയായിട്ടുള്ള ഏർപ്പാടൊന്നുമല്ല. ആ ഒരു പെൺകുട്ടിക്ക് ഇതിനകത്ത് എതിർപ്പുണ്ടെങ്കിൽ ആര്യൻ ഫസ്റ്റ് ഓഫ് ഓൾ മെസ്സേജ് അയക്കുമ്പോൾ തന്നെ എനിക്കിതിനകത്ത് എതിർപ്പുണ്ട്, താല്പര്യമില്ല എന്നുള്ള രീതിയിൽ ഒഴിഞ്ഞു മാറണമായിരുന്നു. ആ സമയത്ത് ഒഴിഞ്ഞു മാറാതെ ആര്യൻ പറയുന്ന എല്ലാ കാര്യങ്ങളും കേട്ടു, ആര്യൻ്റെ കാര്യങ്ങളൊക്കെ അങ്ങോട്ട് ചോദിച്ചു. ആര്യൻ പറയുന്നതിനൊക്കെ ട്യൂൺ ചെയ്യുമ്പോൾ ആ ഒരു ട്യൂണിങ്ങിൽ വീണതുപോലെ റിപ്ലൈ കൊടുത്തിട്ട്
പിന്നെ ആ ഒരു പയ്യൻ ഒരു ഫെയിമിലേക്ക് എത്തുമ്പോൾ അല്ലെങ്കിൽ ബിഗ് ബോസ് പോലൊരു പ്ലാറ്റ്ഫോമിൽ വരുമ്പോൾ അപ്പോൾ കയറി ഈ പറയുന്ന ചാറ്റും വോയിസ് റെക്കോർഡുകളൊക്കെ പുറത്തു വിടുന്നത് അത്ര ശരിയായിട്ടുള്ള ഏർപ്പാടൊന്നുമല്ല. അങ്ങനെയാണെങ്കിൽ ആ ഒരു പെൺകുട്ടി അന്ന് തന്നെ എതിർത്തിരിക്കണം. എന്നിട്ട് ഈ പറയുന്ന അങ്ങനെയാണെങ്കിൽ ഓക്കെ, അന്ന് തന്നെ ആ ഒരു പെൺകുട്ടി ഈ പറയുന്ന ചാറ്റിങ് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് എതിർത്തിട്ടുണ്ട്, ഒട്ടും ഇഷ്ടമല്ലാത്ത രീതിയിൽ അത് ഒഴിവാക്കി വിട്ടിട്ടുണ്ട്, ആര്യൻ പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കാതിരുന്നിട്ടുണ്ട്, റെസ്പോണ്ട് ചെയ്യാതിരുന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു ചാറ്റ് ഇപ്പോൾ പുറത്തു വിടുന്നതിൽ നമുക്ക് കുറച്ചെങ്കിലും അർത്ഥമുണ്ടെന്ന് വിചാരിക്കാം. അല്ലാതെ ഈ ഒരു സമയത്ത് ആ ഒരു സമയത്തൊക്കെ കൃത്യമായിട്ട് പോസിറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്തിട്ട് ഇപ്പോൾ ഈ ഒരു ബിഗ് ബോസ് പോലൊരു പ്ലാറ്റ്ഫോമിൽ ആര്യൻ വരുമ്പോൾ ആ ഒരു ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടി ഒരു മെസ്സേജും കോൾ റെക്കോർഡും ചാറ്റും വോയിസ് റെക്കോർഡൊക്കെ പുറത്തു വിട്ടത് അത്ര ശരിയായിട്ടുള്ള ഏർപ്പാടായിട്ട് എനിക്ക് തോന്നുന്നില്ല. നിങ്ങളുടെ ഒപ്പീനിയൻ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യാം. പിന്നെ ഒരു കാര്യം, അനുമോൾ പറഞ്ഞൊരു കാര്യം, ആര്യനും ജിസയിലും തമ്മിൽ ബിഗ് ബോസ് ഹൗസിൽ അത്തരത്തിലൊരു മോശം ബന്ധമുണ്ടായിട്ടുണ്ടെങ്കിൽ അത് കണ്ടാലറിയാത്ത പൊട്ടന്മാരൊന്നുമല്ല ബിഗ് ബോസിൻ്റെ അണിയറയിൽ ജോലി ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ബെഡിൽ കിടന്നിട്ടായാലും എന്ത് സംഭവമായി കഴിഞ്ഞാലും ഈ പറയുന്ന ബിഗ് ബോസിലെ ഏകദേശം 200ഓളം പേരാണ് ആ ഒരു ക്യാമറ വീക്ഷിക്കാൻ വേണ്ടി ഇരിക്കുന്നത്. ഇവരൊക്കെ പൊട്ടന്മാരൊന്നുമല്ല, അവർക്ക് ഈ കാര്യങ്ങളൊക്കെ കണ്ടാൽ മനസ്സിലാവും. അങ്ങനെ ഒരു സംഭവം ബിഗ് ബോസ് ഹൗസിലുണ്ടെങ്കിൽ ഇത് ജനങ്ങൾ കാണുന്നതാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടൊരു താക്കീത് ഈ പറയുന്ന ആര്യനൊക്കെ കൊടുക്കുന്നതായിരിക്കും. അത് ഒരിക്കലും നമുക്ക് ഓക്കെ ഈ പറയുന്ന ചാറ്റും വോയിസ് മെസ്സേജും കൂടി കൂട്ടി യോജിപ്പിച്ച് നമുക്ക് ബിഗ് ബോസ് ഹൗസിലുണ്ടായ കാര്യങ്ങൾ ശരിയാണെന്നുള്ള കാര്യം ഒരിക്കലും പറയാനായിട്ട് പറ്റില്ല. ഈ പറയുന്ന മെസ്സേജ് അയക്കാനൊക്കെ ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ, ഇങ്ങനെ ഒരു ട്യൂണിങ്ങിനൊക്കെ ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ അയക്കുന്നവരാണ് കുറേ പേരെന്നല്ല, നമ്മൾ ഈ വീഡിയോ കാണുന്നവരായാലും ഞാനായി കഴിഞ്ഞാലും എന്തെങ്കിലുമൊക്കെ ഒരു സാഹചര്യത്തിൽ ചിലപ്പോൾ അബദ്ധം വെച്ചാൽ അയച്ചൊക്കെ പോവും. എന്ന് വെച്ചാൽ അയക്കുന്ന മെസ്സേജിന് കൃത്യമായിട്ട് പോസിറ്റീവായിട്ട് റെസ്പോണ്ടും കിട്ടുന്നുണ്ട്. അപ്പോൾ പിന്നെ അയക്കാതിരിക്കും? അങ്ങനെയൊന്നുമില്ല. പിന്നെ പ്രത്യേകിച്ച് ഈ സെലിബ്രിറ്റീസൊക്കെ ചെയ്യേണ്ട ഒരു കാര്യം, അതായത് ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം പേരൊക്കെ ഉള്ളൊരു ആളുകളൊന്നും ഇങ്ങനെ പോവരുത്. നമ്മുടെ അജ്മൽ അമീറിൻ്റെ കേസ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, കുറച്ച് ദിവസം മുമ്പാണ് ആ ഒരു ഇഷ്യൂ ഉണ്ടായത്. അജ്മൽ അമീർ ഒരു പെൺകുട്ടി ഇതുപോലെ തന്നെ തൻ്റെ ഫ്ലാറ്റിലേക്ക് വിളിക്കുകയും വീഡിയോ കോൾ ചെയ്യുകയും അനാവശ്യമായിട്ട് കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. കൃത്യമായിട്ട് ആ ഒരു പെൺകുട്ടി പോസിറ്റീവായിട്ട് റിപ്ലൈ കൊടുത്തതിന് ശേഷം ആ കോളും എല്ലാം കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ ഇറക്കി. അപ്പോൾ പുള്ളിക്കാരൻ്റെ പേരങ്ങോട്ട് പോയി കിട്ടി. അപ്പോൾ സെലിബ്രിറ്റീസ് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുന്നതല്ലായിരിക്കും. ഒരു ആവേശത്തിൻ്റെ പുറത്ത് ഈ കണ്ട പരിപാടികളൊക്കെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴാണ് പണി വരുന്നതെന്ന് പറയാൻ പറ്റില്ല. ആര്യൻ ഇത് 2024 സെപ്റ്റംബർ മാസം അയച്ച മെസ്സേജാണ്. ഇപ്പോൾ 1 കൊല്ലമായി. ഇപ്പോഴാണ് ആര്യന് പണി കിട്ടുന്നത്. കാരണം ബിഗ് ബോസിലേക്ക് വന്ന് അത്യാവശ്യം ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് കിട്ടിയപ്പോൾ ഈ ഒരു കോണ്ടൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മെസ്സേജും ഈ പറയുന്ന വോയിസ് റെക്കോർഡുകളൊക്കെ ഒരു കോണ്ടൻ്റ് ആണെന്ന് മനസ്സിലായപ്പോൾ ആ ഒരു പെൺകുട്ടി ഇതൊക്കെ സ്ക്രീൻ റെക്കോർഡ് എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇറക്കി. അപ്പോൾ എന്ത് പറ്റി? ആര്യൻ്റെ ആ ഒരു പേര് പോയി കിട്ടി. ഇപ്പം അത്യാവശ്യം ഈ പറയുന്ന യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലൊക്കെ ഈ ഒരു വീഡിയോ പുറത്തിറങ്ങിയപ്പോൾ അതിൻ്റെ കമൻറ്റ് ബോക്സിൽ വരുന്ന പല അഭിപ്രായങ്ങളും ആര്യന് ഭയങ്കര എതിരായിട്ടാണ്. ആര്യനെ സപ്പോർട്ട് ചെയ്യുന്നവർ പോലും ആര്യനെ ഈ ഒരു മെസ്സേജും വോയിസ് റെക്കോർഡൊക്കെ കണ്ട് എതിർക്കുന്നവരുണ്ട് ഇപ്പോൾ. അപ്പോൾ എല്ലാവർക്കും ഒന്ന് ശ്രദ്ധിക്കുക, അത്ര ഈ കേസിൽ പറയാനായിട്ടുള്ളൂ. ആര്യൻ ഒരിക്കലും ഈ പറയുന്ന ബിഗ് ബോസ് ഹൗസിൽ അനുമോൾ പറഞ്ഞ കാര്യവും ഈ പറയുന്ന മെസ്സേജുമായിട്ട് ഒരിക്കലും കൂട്ടി യോജിപ്പിച്ച് ഒരാളെ നമുക്ക് അയാൾ എതിർക്കാനായിട്ട് പറ്റില്ല. അയാൾ പറഞ്ഞൊരു കാര്യം ഈ പറയുന്ന കൃത്യമായിട്ട് അയാളൊരു മെസ്സേജ് അയച്ചപ്പോൾ കൃത്യമായിട്ട് പോസിറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. ഫ്ലാറ്റിലേക്ക് ക്ഷണിച്ചു, ക്യൂട്ടാണെന്ന് പറഞ്ഞു, എനിക്ക് കമ്പനി അടിക്കാൻ ആളെ വേണമെന്ന് പറഞ്ഞു, കൂട്ടുകാരെ കൂട്ടി ഫ്ലാറ്റിലേക്ക് ഒരു നിൽക്കാമെന്നൊക്കെ പറഞ്ഞു. ശരിയാണ്, ആര്യൻ എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഒരു പെൺകുട്ടിയെ വിളിച്ച് പറയാൻ പാടില്ലാത്ത കാര്യമാണ് പറഞ്ഞത്. പക്ഷേ ഈ പറയുന്ന പെൺകുട്ടി അതിന് കൃത്യമായിട്ട് പോസിറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്തതിന് ശേഷം ഇത് സോഷ്യൽ മീഡിയയിൽ ഇറക്കിയത് അത്ര ശരിയായിട്ടുള്ള ഏർപ്പാടൊന്നുമല്ല. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ബിഗ് ബോസ് മലയാളത്തിൻ്റെ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്